നമസ്കാരം. ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ചർച്ച നടക്കുന്നത് ശശി തരൂരുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്നാൽ ശശി തരൂരിന് ചില ഉറപ്പുകൾ ലഭിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതായത് BJP നിന്ന് അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി എന്താണോ താൻ ആഗ്രഹിക്കുന്നത് അത് ലഭിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നു. അത്തരത്തിലുള്ള ചില ഉറപ്പുകൾ കൃത്യമായി ശശി തരൂരിന് ലഭിച്ചിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ശശി തരൂർ ഒരു കോൺഗ്രസ് വിരുദ്ധനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. അല്ലെങ്കിൽ അങ്ങനെ ശശി തരൂരിനെ ഒരു കോൺഗ്രസ് വിരുദ്ധ ചേരിയിലേക്ക് എത്താൻ വേണ്ട സഹായം കോൺഗ്രസ് പാർട്ടി തന്നെ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നിടത്തും ശരിയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ശശി തരൂരിനെ നമുക്കറിയാവുന്ന പോലെ സർവകക്ഷി ഒരു സംഘത്തിനുള്ളിൽ ഒരു അംഗമാക്കിയിരുന്നു BJP സർക്കാർ, അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയാം. കാര്യം സിന്ദൂർ പോലെ ഒരു ഓപ്പറേഷൻ നമ്മുടെ പാകിസ്ഥാനെതിരായിട്ട് ഇന്ത്യ പ്രയോഗിക്കുകയും അതോടൊപ്പം തന്നെ പിന്നീട് ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാവുകയും ഈ രാജ്യം വെടിനിർത്തലിലേക്ക് പോവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങളിലേക്ക് വിശദീകരണം നൽകുന്നതിന്, കാരണം ഇന്ത്യ ഒറ്റയ്ക്കെടുത്ത ഒരു തീരുമാനമാണോ ഇത്? ഇന്ത്യ ഇങ്ങനെ ഒരു രാജ്യത്തിനെതിരായി ശക്തമായൊരു ആക്രമണം നടത്തി. അപ്പോൾ ഇതൊക്കെ ലോകരാജ്യങ്ങൾക്കിടയിൽ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സർവകക്ഷി സംഘത്തെ രാജ്യം നിയോഗിച്ചിരിക്കുന്നത്. അതിൽ ഈ അംഗമായ സമയം മുതൽ തന്നെ ശശി തരൂരിനെതിരായി കോൺഗ്രസ് പാർട്ടിയിൽ വല്ലാത്തൊരു വികാരം ശക്തിപ്പെടുന്നുണ്ട്. കാരണം എന്ത് യോഗ്യതയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ശശി തരൂർ ഇതൊക്കെ ചെയ്യുന്നത് BJPയിലെ സ്ഥാനം മോഹിച്ചിട്ട് തന്നെയാണ് എന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. പാർട്ടി പറയാവുന്ന അനുസരിക്കാതെ നടക്കുന്ന ഒരു തൻ്റെടിയും തന്നിഷ്ടക്കാരനുമാണ് ശശി തരൂർ എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെ വരുമ്പോൾ തരൂർ എന്ന് പറയുന്ന ഒരാൾക്കെതിരെ ഈ നിലമ്പൂരിലെ ബൈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ തരൂരിനെതിരായി നടപടിയെടുക്കണം എന്നുള്ള ഒരു പിടിവാശിയിൽ തന്നെയാണ് KPCC നേതൃത്വം എന്നുള്ളത്. അതും യാഥാർത്ഥ്യമാണ്. കാര്യം UDF-നകത്തും KPCC-ക്കകത്തും ഒക്കെ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. തരൂർ ഒരു വലിയ തലവേദനയാണ്. നമുക്കറിയാം, ഈ ശശി തരൂരിന് എതിരായി ഒരു വലിയ വിഷയം ഉയർന്നു വന്നത് ഇതിനു മുൻപ് തന്നെ ഉണ്ട്. ഈ കാര്യം മലബാർ പര്യടനം എന്ന പേരിൽ ശശി തരൂർ കേരളത്തിൻ്റെ വടക്ക് ഭാഗങ്ങളിൽ മലബാർ മേഖലകളിൽ ഒരു പര്യടനം നടത്തിയിരുന്നു. MK രാഘവൻ MP ആയിരിക്കുന്ന സമയത്ത്, അത് MP ആയിരിക്കുന്ന ആ വേളയിൽ നേരത്തെ ആ സമയത്ത് തന്നെ അവിടെ ഒരു വലിയ ഒരു വിവാദം തന്നെ കത്തി ജ്വലിച്ചു വന്നിരുന്നു. കാരണം ശശി തരൂർ സ്വന്തം നിലയ്ക്കാണ് ഈ ഒരു മലബാർ പര്യടനം നടത്തുന്നത് എന്നുള്ള തരത്തിൽ നാളെ കുറച്ചായി. ആ സമയത്ത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയൊരു വിഭാഗീയത ഉണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങുകയും ചെയ്തു. തരൂരിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം അന്ന് MK രാഘവൻ വളരെ വികാരത്തോടു കൂടിയാണ് പലപ്പോഴും സംസാരിച്ചിരുന്നത്. ആ സമയത്ത് അന്ന് DCC അധ്യക്ഷനായിരുന്ന ആളിൻ്റെ ഭാഗത്തു നിന്ന് വല്ലാത്ത ഒരു തീരുമാനങ്ങളായിരുന്നു. അവിടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല, പരിപാടിയിൽ പങ്കെടുപ്പിക്കരുത്, അവിടെ ലൈബ്രറി ഉദ്ഘാടനത്തിന് പോലും അദ്ദേഹത്തെ, ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനത്തിന് പോലും അദ്ദേഹത്തെ എത്തിക്കരുത് എന്ന തരത്തിൽ KPCC-യിൽ നിന്നും ശക്തമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. K. സുധാകരനായിരുന്നു KPCC അധ്യക്ഷൻ. അങ്ങനെ ഒരു വലിയ വിവാദം ഇങ്ങനെ കത്തിപ്പടർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് VD സതീശനോട് ചോദിച്ചപ്പോൾ, ശശി തരൂരിൻ്റെ ഈ നടപടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അന്ന് VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച ബലൂണുകൾ മാത്രമാണ് ശശി തരൂരിൻ്റെ ഈ ഒരു പോപ്പുലാരിറ്റി എന്നുള്ള തരത്തിൽ. മാധ്യമങ്ങൾ വെറുതെ വീർപ്പിച്ച ഒന്നാണ് ശശി തരൂർ എന്ന് പറയുകയായിരുന്നു. VD സതീശൻ അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ K. മുരളീധരൻ ഇതിനെ വെട്ടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ അന്ന് തന്നെ ശശി തരൂരുമായി ബന്ധപ്പെട്ടിട്ട് മലബാർ കോൺഗ്രസ് എന്നും മധ്യ കേരള കോൺഗ്രസ് എന്നും തുടങ്ങിയ ഒരു വിഭാഗീയ ചിന്താഗതി കോൺഗ്രസിനുള്ളിൽ തന്നെ ശക്തി പ്രാപിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ശശി തരൂർ മൊത്തത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ അത്ര പ്രബലൻ എന്നുള്ള ഒരു പരിഗണനയൊന്നും കൊടുത്തിരുന്നില്ല. അതിനുശേഷമാണ് ശശി തരൂരിൻ്റെ എതിരായി ഇപ്പോഴത്തെ പുതിയ വിവാദം ഉണ്ടായി വരുന്നത്, ഉടലെടുക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളിൽ വിശദീകരിക്കാൻ പോയപ്പോൾ എന്തുകൊണ്ട് ശശി തരൂർ കേന്ദ്ര സർക്കാരിൻ്റെ ആ ക്ഷണം നിരസിച്ചില്ല എന്നുള്ള ഒരു ചോദ്യം. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധി അടക്കം ഇവരുടെ മുതിർന്ന കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അഗ്രഗണ്യൻ എന്ന് പറയാൻ കഴിയുന്ന ഒരാളാണല്ലോ രാഹുൽ ഗാന്ധി. ഹൈക്കമാൻഡിൻ്റെ ഈ പറയുന്ന പോലെ മല്ലികാർജുൻ ഖാർഗെ ഉണ്ടെങ്കിലും മല്ലികാർജുൻ ഖാർഗെക്ക് മുകളിലാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനം. കാരണം എന്താണ്? നെഹ്റു കുടുംബത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തിട്ടാണ് രാഹുൽ ഗാന്ധിയെ നിർത്തിയിരിക്കുന്നത്. കാര്യം എന്താ, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുടുംബവാഴ്ചയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് നമ്മൾ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ജവഹർലാൽ നെഹ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് രാജീവ് ഗാന്ധിക്ക് ശേഷം രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ സോണിയാഗാന്ധി.
അന്ന് സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയാത്തതുകൊണ്ട് മൻമോഹൻ സിംഗിനെയൊക്കെ പ്രധാനമന്ത്രിയാക്കി അങ്ങ് കഴിഞ്ഞുകൂടി പോയി എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു കുടുംബവാഴ്ച കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. അപ്പോഴാണ് അങ്ങനെ തങ്ങളുടെ അടുത്ത തലമുറക്കാരനെന്ന് വിശ്വസിച്ച് കോൺഗ്രസ്സുകാരെല്ലാം വിശ്വസിച്ചു പോരുന്ന രാഹുൽ ഗാന്ധിക്കെതിരായി ഒരു പരാമർശം നടത്തിയത്. അതായത് പറഞ്ഞ രാഹുൽ ഗാന്ധി ചരിത്രം പഠിക്കണമെന്നാണ് പറയുന്നത്. ചരിത്രപരമായി പലതും രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ശശി തരൂർ പറഞ്ഞ ഒരു കാര്യം. ഇത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കാര്യം എന്താണ്? രാഹുൽ ഗാന്ധി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയതുമായി ബന്ധപ്പെട്ടിട്ട്, ഒരു വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞത് അങ്ങ് ട്രംപ് പറഞ്ഞ് നിർത്തു നരേന്ദ്ര എന്ന് പറഞ്ഞപ്പോൾ നിർത്തി എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് വൈറ്റ് ഹൗസിൽ ഇരുന്നു കൊണ്ട് ട്രംപ് അവിടെ നിന്ന് ഫോൺ എടുക്കുന്നു, നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് പറയുന്നു നരേന്ദ്ര നിർത്തിക്കോ എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ പറഞ്ഞ് നിർത്തി എന്നാണ് പറഞ്ഞത്. അതിനെ എതിർത്തത് സത്യത്തിൽ ശശി തരൂരാണ്. അതായത് രാഷ്ട്രീയ ചരിത്രം പഠിക്കണമെന്ന് ശശി തരൂർ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു സംഭവം, അതായത് ഒരു മൂന്നാം കക്ഷിയുടെ ആവശ്യം ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ ഉണ്ടായിട്ടില്ല എന്ന് ശശി തരൂർ വളരെ അസന്നിഗ്ധമായി വ്യക്തമാക്കി. അതോടുകൂടി രാഹുൽ ഗാന്ധിക്കും ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി കണ്ണിൽ കരടായി മാറി. അപ്പം ഇതിനുശേഷം ഹൈക്കമാൻഡിലേക്ക് ശക്തമായൊരു നിർദ്ദേശം ഇനിയിപ്പോൾ KPCCയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവും. കാര്യം കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ വഞ്ചിക്കുന്ന ഒരാളാണ് ശശി തരൂർ എന്ന്. പിന്നെ തന്നെയല്ല, തൻ്റെ കഴിവ് ഉപയോഗിക്കാത്ത നേതൃത്വമാണ് ഇപ്പോൾ KPCCയിലുള്ളത് എന്ന് ശശി തരൂർ പറഞ്ഞില്ലേ? അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വലിപ്പം എന്താണെന്ന് തിരിച്ചറിയാൻ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവിനെ വേണ്ടും വിധത്തിൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടു. അതുകൊണ്ട് മൂന്നാം തവണയും ഇവിടെ കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷത്ത് തന്നെ തുടരും എന്ന് ആദ്യമായി ഇടതുപക്ഷത്തുള്ളവർ പറയുന്നതിനേക്കാൾ മുന്നേ തന്നെ പറഞ്ഞ ഒരാളാണ് ശശി തരൂർ എന്ന് നമുക്കറിയാം. അതായത് CPMന്റെ ഭരണം വീണ്ടും തുടരും എന്ന് മൂന്നാം വട്ടവും CPM തന്നെ അല്ലെങ്കിൽ ഇടതുപക്ഷം തന്നെ കേരളം ഭരിക്കും എന്ന് പറഞ്ഞത് ശശി തരൂർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ശശി തരൂർ ഇരിക്കും കൊമ്പ് മുറിക്കുന്ന ഒരാളാണ് എന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ എന്തുകൊണ്ടും നടപടിക്ക് അർഹനാണ് ശശി തരൂർ എന്നാണ് നേതൃത്വം വിശ്വസിക്കുന്നത്. ഏത് വിധേനയും അദ്ദേഹത്തിനെതിരായി നടപടി എടുത്തേ മതിയാകൂ എന്നുള്ള നിലപാട്. അത് തൽക്കാലം ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ അത് ബാധിച്ചേക്കുമെന്ന് കരുതി തൽക്കാലം തടഞ്ഞു വെക്കുന്നു. ഏകദേശം ഈ മാസം 23-ന് ശേഷം മിക്കവാറും നടപടി ഉണ്ടാകാനാണ് സാധ്യത. പക്ഷേ BJP സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇതിനു മുൻപ് തന്നെ ഒരു മുഴം നീട്ടി എറിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതായത് ശശി തരൂർ എന്ന് പറയുന്ന ഒരാൾ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ജഗദീപ് ധൻഖർ എന്ന് പറയുന്ന നമ്മുടെ ഉപരാഷ്ട്രപതിയുടെ കാലാവധി 2027 അവസാനിക്കുകയാണ്. ശരിക്കും BJPയും കേന്ദ്ര സർക്കാരും പദ്ധതി ഇടുന്നത് ഇതേ സ്ഥാനത്തേക്ക്, അതായത് ജഗദീപ് ധൻഖർ ഒഴിയുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ശശി തരൂരിനെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് മുമ്പായി തന്നെ ഏകദേശം പാർട്ടിയിൽ നിന്ന് നടപടി നേരിടുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ശശി തരൂർ തൽക്കാലത്തേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നാലും ശരി, ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നു, BJPയിലേക്ക് കൂടുകയായിരുന്നു. അങ്ങനെ BJPയിലേക്ക് ശശി തരൂർ കയറി കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് MP സ്ഥാനം രാജിവെക്കേണ്ട ഒരു സാഹചര്യം വരും. കാരണം രാഷ്ട്രീയ പാർട്ടി മാറിക്കഴിഞ്ഞാൽ രാജിവെക്കണം. അതൊരു സാമാന്യ മര്യാദയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അതാണ് നിയമവും. അയോഗ്യത കൽപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ MP സ്ഥാനം രാജിവെക്കണം. അങ്ങനെ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി MP സ്ഥാനം രാജിവെക്കുമ്പോൾ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ചെറിയ തോതിലല്ല, ഇതൊരു ചെറിയ രാഷ്ട്രീയ മാറ്റം എന്നുള്ള നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയുമെങ്കിലും കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ പ്രത്യാഘാതമുണ്ട്. വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് പോകും. കാരണം ഒരു ഷുവർ സീറ്റ് എന്നുള്ള നിലയിലേക്ക് തിരുവനന്തപുരത്തിൻ്റെ ലോക്സഭാ സീറ്റ് മാറിക്കഴിയും. ഇപ്പോൾ A ക്ലാസ് മണ്ഡലം എന്ന് പറഞ്ഞിരുന്നാലും അത് തിരുവനന്തപുരത്ത് BJPയുടെ സ്ഥിരം സീറ്റുകളിൽ ഒന്നായി മാറാനുള്ള സാധ്യതയുണ്ട്. സ്ഥിരം സീറ്റ് എന്നുള്ള നിലയിലല്ല, സ്ഥിരം മണ്ഡലമായി മാറാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കഴിഞ്ഞ തവണ രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരോടെ തിരുവനന്തപുരത്ത് നടത്തിയത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഫോട്ടോ ഫിനിഷ് എന്നൊക്കെ പറയാൻ പറ്റുന്നൊരവസ്ഥയിലുള്ള ഒരു പോരാട്ടമായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ശശി തരൂർ BJPയിലേക്ക് കൂറുമാറി കഴിയുമ്പോൾ, അല്ലെ രാഷ്ട്രീയ മാറ്റം ഉണ്ടായി കഴിയുമ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന മണ്ഡലം BJPയുടെ സ്വന്തം മണ്ഡലമായി മാറാൻ പോവുകയാണ്. ആ ഒരു രാഷ്ട്രീയ മാറ്റമാണ്. ഇപ്പം തൃശ്ശൂരിൽ വിജയിച്ചുകൊണ്ട് ഇവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറയുന്നത് അത് കോൺഗ്രസ്സുകാരുടെ കയ്യിലിരിപ്പ് തന്നെയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു സീറ്റ് BJPക്ക് ലഭിക്കാനുള്ള, അല്ലെ സുരേഷ് ഗോപിക്ക് കിട്ടാൻ കാരണം ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെയാണ്.
സ്വന്തം നേതാവിനെ പരാജയപ്പെടുത്താൻ ഏകദേശം 75,000-ത്തിലധികം വരുന്ന വോട്ടുകൾ മറിച്ചു. അത് കോൺഗ്രസ്സുകാർ മറിച്ചതാണ്. ആ KPCC നടത്തിയ അന്വേഷണത്തിലും അത് വ്യക്തമാണ്. KPCC ഒരു സമിതി, ഒരു കമ്മീഷനെ നിയമിച്ച് അന്വേഷണം നടത്തിയില്ലേ? ആ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായ കാര്യം ഇതാണ്. അവിടെ വോട്ട് മറിച്ചു. 75,000-ത്തോളം വരുന്ന കോൺഗ്രസ് വോട്ടുകൾ മറിച്ച് BJPക്ക് കൊടുത്തു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അവിടെ K മുരളീധരനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അത് യാഥാർത്ഥ്യമായ കാര്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം മാറിക്കൊണ്ട് തൃശ്ശൂർ എന്നുള്ളതിനപ്പുറത്തേക്ക് തിരുവനന്തപുരം ഒരു BJP മണ്ഡലമായി തന്നെ മാറാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പം ശശി തരൂരിനെ സത്യത്തിൽ BJP അംഗീകരിച്ച പോലെയാണ്. ഏറെക്കാലത്തെ നിലപാടുകളും കോൺഗ്രസുമായിട്ടുള്ള അകൽച്ചയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് BJP കൃത്യമായി അതിനെ എങ്ങനെ തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തീരുമാനം 2027 ജഗദീപ് ധൻഖർ ഒഴിയുന്ന ആ ഒഴിവിലേക്ക് ഈ പറയുന്ന ഉപരാഷ്ട്രപതി എന്നുള്ള നിലയിലേക്ക് BJPയിൽ തൽക്കാലത്തേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവരിക, ശശി തരൂരിനെ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നു. അത്രത്തോളം കോൺഗ്രസ് തകരുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി അവിടെ ഉണ്ട്. അങ്ങനെ ശശി തരൂരിൻ്റെ ആ ഒരു രാഷ്ട്രീയ മാറ്റമാണ് ഇനിയും കേരളത്തിലെ, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ പോലും നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി.